Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറമേ നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനെ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് ഉണ്ടാവില്ല എന്നാണ്. കാരണം ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഭയങ്കര പ്രത്യേകത, ഭയങ്കര ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാള നമുക്കൊരു പകുതി ഭാഗത്തോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ആദ്യം തന്നെ പകുതിയോളം വഴറ്റിയെടുത്താൽ മതി. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണേ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്തത് 1/2 കപ്പ് അളവിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ 2 കളർ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എല്ലാ കളേഴ്സും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഒരുപാട് ചേർക്കണ്ട. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇത്രയും മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 200-250 ഗ്രാം അളവിൽ ചിക്കൻ ഞാൻ കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു മിനിറ്റ് ഒന്നോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്ങും ചിക്കനും ഒക്കെ നല്ലതുപോലെ മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ്ങിന് ഒരു ഡബിൾ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണേ. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി. അടുത്തത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർക്കുമ്പോൾ ഒരുപാട് ഒന്നിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ക്രീമി ആയിട്ട് ആ ഒരു ഒലിച്ച് വരുന്ന ടെക്സ്ചറിലൊന്നും ചേർക്കാൻ പാടില്ല. നമ്മുടെ ഫില്ലിംഗ് ഒന്ന് മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ മാത്രം. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. എൻ്റെ ഫില്ലിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗവും കണ്ടില്ല, മയോണൈസ് എത്തിയിട്ടുണ്ട്. ഇത്രയും മാത്രം മതി കേട്ടോ. ഈ ഒരു രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരേ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 സ്ലൈസ് എടുക്കുന്നത് ഒരേ അളവ് തന്നെ ആയിരിക്കണം, എങ്കിലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് വെക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഇത്രയും ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പൂൺ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിനെ 3 ബോക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ചിക്കൻ പൊൻപെട്ടി എന്ന് പറയുന്നത്. ഇത് ഞാൻ തന്നെ ഇട്ടിട്ടുള്ള പേരാണ്. ഇതിൻ്റെ ഫില്ലിങ്ങും ഈ ഒരു ടെക്സ്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലാണ് ഈ ഒരു സ്നാക്ക് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് മെയിൻ ഒരു പ്രത്യേകത. നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ വീട്ടിൽ നടത്തുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊൻവെട്ടി കോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊൻപെട്ടി എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലേക്ക് ആദ്യം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡും കോട്ട് ചെയ്യണേ.
എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. സാധാരണ നോർമലി നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്ന ആ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ, ഫില്ലിംഗ് ഒന്നും പുറത്തായി വരുമോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഫില്ലിംഗ് ഒന്നും പുറത്താവുമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒന്ന് ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ചിക്കൻ പൊൻപെട്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ മീഡിയം ചൂടാകുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലും അങ്ങനെ കരിയാതെ എണ്ണയൊന്നും കൂടുതൽ കുടിക്കാതെ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ടു ഹൈൻ്റെ ഇടയിലായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എങ്കിൽ എണ്ണയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്നാക്ക് കിട്ടും. പിന്നെ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഉള്ളൊക്കെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി റെഡി ആയതാണല്ലോ. അതിന് കട്ട്ലേറ്റ് ഒക്കെ ചെയ്തെടുക്കുന്നവർ പുറം ഭാഗം ഒന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ, ഒരു സൈഡ് തന്നെ വെക്കാതെ. അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊൻപെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊൻപെട്ടി ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലല്ലേ? അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്